അപ്പോൾ നമുക്ക് ചെറിയൊരു കഥയിലൂടെ പുട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്രേസൽ വെർബ് എളുപ്പത്തിൽ എങ്ങനെയാണ് പഠിക്കുമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ കഥയൊന്ന് ആദ്യം കേട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് ആ ഫ്രേസൽ വെർബ് എന്ന് നോക്കാം. ഇപ്പോൾ ജോലി തിരക്കിലായ ഒരു അമ്മ മകളെ പുട്ടുണ്ടാക്കാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യും. അങ്ങനെ അടുക്കളയിലായതുകൊണ്ട് പഴയ ഡ്രസ്സ് ധരിച്ചു വന്നിട്ട് ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മ പറയുക. അപ്പോൾ പുട്ടുണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം പുട്ടുകുറ്റിയിൽ പൊടി നിറക്കണം. അങ്ങനെ പൊടി നിറഞ്ഞു വരുന്ന സമയത്ത് ഇതിനെ കുറച്ച് ഡൗൺ ചെയ്യാൻ വേണ്ടി ഒന്ന് അടിച്ചമർത്താൻ പറയും. അങ്ങനെ ഇത് ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് കുറച്ച് കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടി ഈ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കും. എന്നിട്ട് അടുപ്പിൽ തീ കൂട്ടി വീണ്ടും പുട്ട് ചുടും. അങ്ങനെ 4ാമത്തെ കുറ്റി പുട്ട് ചുട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തളർച്ച വന്ന് അവസാനം ആ കുറ്റിയിലുള്ള പുട്ടിനെ ഔട്ടാക്കിയിട്ട് തീ അണച്ച് പുട്ടിയുള്ളിൽ എൻഡ് ചെയ്യും. എന്നിട്ട് പുട്ട് കുറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഈ ഉണ്ടാക്കിയ പുട്ട് ടേസ്റ്റ് നോക്കാൻ ഒരാൾക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് മോള് സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഫോൺ ത്രൂ അയൽപ്പക്കത്തുള്ള ചേച്ചിയെ വിളിച്ചു വരുത്തും. അവർ പുട്ടിനെക്കുറിച്ച് പരദൂഷണം പറയും. ഇത് സഹിക്കാൻ പറ്റാതായപ്പോൾ വിത്ത് പുട്ടുമായി അവരെ പറഞ്ഞു വിടും. അപ്പോൾ ഇതാണ് കഥ. ഇനി ഏതൊക്കെ ഫ്രേസൽ വെർബാണ് വരുന്നത് നോക്കാം. അപ്പോൾ ജോലി തിരക്കിലായ അമ്മ പുട്ട് ഉണ്ടാക്കാൻ മകളെ അപ്പോയിൻ്റ് ചെയ്യും. അപ്പോൾ പുട്ട് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻ്റ് ഓർ ഇൻസേർട്ട്. അതുപോലെ തന്നെ ഒരു പഴയ വസ്ത്രം ധരിച്ച് ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ ഓർ സ്വിച്ച് ഓൺ. പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുറ്റിയിൽ പൊടി നിറക്കാൻ പറയുന്നുണ്ട്. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് ഓർ ബിൽഡ്. അതുപോലെ തന്നെ ഈ പുട്ടിൻ്റെ പൊടി നിറഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് ഡൗൺ ചെയ്യാൻ പറയുന്നുണ്ട്. പുട്ട് ഡൗൺ, സപ്രസ് അതായത് അടിച്ചമർത്തൽ. കറണ്ട് സേവ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. പുട്ട് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ആണ്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ. അതുപോലെ തന്നെ 4 കുറ്റി പുട്ട് ചുട്ട് കഴിഞ്ഞപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ടയേർഡ് ആവുന്നുണ്ട്. അപ്പോൾ പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ഓർ ഹാർഡ് വർക്ക്. 4 കുറ്റി പുട്ട് ചുട്ടതിന് ശേഷം ഈ പുട്ടിനെ ഔട്ടാക്കിയിട്ട് തീ അണക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, തീ അണക്കുക. അപ്പോൾ ഈ തീ അണച്ച ശേഷം ഈ പുട്ടിയുടൽ എൻഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് ആൻഡ് എൻഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ്. അപ്പോൾ ഈ ചുട്ട് കഴിഞ്ഞ സാധനം ഇവരൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പുട്ട് എസൈഡ് എന്ന് പറഞ്ഞാൽ കീപ്പ് ഓർ സജസ്റ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസയൊക്കെ മാറ്റി വെക്കുന്നതിന് ഈ പുട്ട് എസൈഡ് എന്നുള്ള ഫ്രേസൽ വെർബാണ് ഉപയോഗിക്കുക. ഇനി ഈ ഉണ്ടാക്കിയ പുട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് മകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജസ്റ്റ്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഫോൺ ത്രൂവിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റ് ബൈ ടെലിഫോൺ. അതുപോലെ തന്നെ വീടിൻ്റെ ക്രോസ് ആയിട്ടുള്ള അയൽപ്പക്കത്തിലുള്ളതാണ് വിളിക്കുന്നത്. അപ്പോൾ പുട്ട് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഈ പുട്ടിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിക്കുന്നുണ്ട്. അവർ പക്ഷേ പരദൂഷണം പറയുന്നു പുട്ടിനെക്കുറിച്ച്, അതായത് പുട്ട് എബൌട്ട്, സ്പ്രെഡ് റൂമർ. ഇനി ഏറ്റവും അവസാനത്തത് ഈ പരദൂഷണമൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാണ്ട് വിത്ത് പുട്ടുമായിട്ട് അവരെ പറഞ്ഞു വിടും. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്.